പ്രിയപ്പെട്ട കുട്ടികളെ, HS മാത്സ് വേൾഡിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. ന്യൂ നമ്പേഴ്സ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ സംഖ്യകൾ എന്താണെന്ന് പഠിക്കാൻ പോവുകയാണ്. ഒരു യൂണിറ്റ് സൈഡുള്ള ഒരു സ്ക്വയറിൻ്റെ ഏരിയ ആണ് അറിയാലോ. ഒരു യൂണിറ്റ് സൈഡുള്ള ഒരു സ്ക്വയർ, 1 മീറ്റർ ആണെന്ന് വിചാരിക്കുക ഒരു സൈഡ്. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് സൈഡ് ഇൻറ്റു സൈഡിൻ്റെ ഏരിയ. അപ്പോൾ 1 മീറ്റർ സ്ക്വയർ ആയിരിക്കും ഒരു യൂണിറ്റ് സൈഡുള്ള ഒരു സ്ക്വയറിൻ്റെ ഏരിയ. 1 × 1 മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ കൺസിഡർ എ സ്ക്വയർ ഓഫ് സൈഡ് 1 മീറ്റർ. ഇറ്റ്സ് ഏരിയ ഈസ് 1 മീറ്റർ സ്ക്വയർ. Let us consider it's a square with one side as its diagonal. ഇതിൻ്റെ ഡയഗണൽ 1 സൈഡ് ആയിട്ട് വരുന്ന ഒരു സ്ക്വയർ കൺസിഡർ ചെയ്യാം. ഡയഗണല് 1 സൈഡ് ആയിട്ട് വരുന്ന ഒരു സ്ക്വയർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഏരിയ? അതായത് ഈ സ്ക്വയറിൻ്റെ ഡയഗണലാണിത്. ഈ ഡയഗണല് 1 സൈഡായിട്ട് ഒരു സ്ക്വയർ ഞാൻ വേറെ വരയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരയ്ക്കുമ്പോൾ ആ സ്ക്വയറിൻ്റെ ഏരിയ എന്തായിരിക്കും? അപ്പോൾ ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ഈ ചെറിയ സ്ക്വയർ എന്നുള്ളത് 2 ട്രയാങ്കിൾസ് ഉണ്ട്. ഞാൻ ഈ വലിയ സ്ക്വയറിനെ ഇതുപോലെ 4 ട്രയാങ്കിൾ ആക്കി മാറ്റാൻ പോവുക. നോക്കിക്കോളൂ, 4 ട്രയാങ്കിൾസ് ഫോം ചെയ്തു. ഇതെല്ലാം സെയിം ആണല്ലോ അല്ലേ? ഈ ട്രയാങ്കിൾ സെയിം ആണ്. അപ്പോൾ ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ ഈ 2 ട്രയാങ്കിളിൻ്റെ ഏരിയക്ക് ഈക്വലാണ്. വലിയ സ്ക്വയർ വരുമ്പോൾ അതുപോലെ 4 ട്രയാങ്കിൾസ് വരും. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് 4 ട്രയാങ്കിൾസിൻ്റെ ഏരിയ വരും. ചെറിയ സ്ക്വയർ വരുമ്പോൾ 2 ട്രയാങ്കിളാണ്. അപ്പോൾ 2 ട്രയാങ്കിളിൻ്റെ ഏരിയയും അടുത്ത് 4 ട്രയാങ്കിൾസിൻ്റെ ഏരിയയും. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ചെറിയ സ്ക്വയറിൻ്റെ ഏരിയയുടെ ട്വൈസ് ആയിരിക്കും വലിയ സ്ക്വയറിൻ്റെ ഏരിയ ആയിട്ട് വരിക. അപ്പോൾ ഏരിയ ഓഫ് ദി ലാർജ് സ്ക്വയർ ഈസ് 2 times ദി ഏരിയ ഓഫ് ദി സ്മോളർ സ്ക്വയർ. അതായത് ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ എത്രയാണോ അതിൻ്റെ ട്വൈസ് ആയിരിക്കും ആ ചെറിയ സ്ക്വയറിൻ്റെ ഡയഗണല് 1 സൈഡായിട്ട് വരുന്ന സ്ക്വയർ. ഈ ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ 1 മീറ്റർ സ്ക്വയർ ആയിരുന്നു. അപ്പോൾ വലിയ സ്ക്വയറിൻ്റെ ഏരിയ എന്തായിരിക്കും? 1ൻ്റെ ട്വൈസ് 2 മീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇത് 1 ആയതുകൊണ്ട് അതിൻ്റെ ട്വൈസ് ആയിരിക്കും ഇതിൻ്റെ ഏരിയ. അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ ഡയഗണല് 1 സൈഡായിട്ട് വരുന്ന മറ്റൊരു സ്ക്വയർ വരച്ചാൽ അതിൻ്റെ ഏരിയ ആദ്യ സ്ക്വയറിൻ്റെ ട്വൈസ് ആയിരിക്കും. അത്രയും ക്ലിയർ ആയോ? അപ്പോൾ അങ്ങനെയാണ് ഒരു ചോദ്യം, എന്തായിരിക്കും ഈ വലിയ സ്ക്വയറിൻ്റെ 1 സൈഡ്? ഈ വലിയ സ്ക്വയറിൻ്റെ ഏരിയ നമുക്ക് 2 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. അങ്ങനെയാണ് ഈ 2 മീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള സ്ക്വയറിൻ്റെ 1 സൈഡ് എത്രയായിരിക്കും? സൈഡ് ഇൻറ്റു സൈഡ്, അല്ലെങ്കിൽ ഒരു സൈഡിൻ്റെ സ്ക്വയർ എടുത്താലാണ് അതിൻ്റെ ഏരിയ കിട്ടുക. അപ്പോൾ ഈ സൈഡിൻ്റെ സ്ക്വയർ ആണ് ഈ 2 വരേണ്ടത്. അപ്പോൾ ഏത് സംഖ്യയുടെ സ്ക്വയർ ആണ് 2 നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. 1ൻ്റെ സ്ക്വയർ എത്രയാ? 1 ആണ്. 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ 4നും 1നും ഇടയ്ക്കാണല്ലോ 2 കിടക്കുന്നത്. അപ്പോൾ 1നും 2നും ഇടയ്ക്കുള്ള ഒരു നമ്പറിൻ്റെ സ്ക്വയർ ആയിരിക്കും ഏത്? 2 അല്ലേ? അപ്പോൾ 1നും 2നും ഇടയ്ക്കുള്ള ഒരു നമ്പർ അതിൻ്റെ സ്ക്വയർ ആയിരിക്കും ഏത്? 2 എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ 1നും 2നും ഇടയ്ക്കുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം. 1നും 2നും ഇടയ്ക്കാണല്ലോ 1.1, 1.2, 1.3, 1.4 അങ്ങനെ 1.9 വരെ എടുക്കുക. അതെല്ലാം 1നും 2നും ഇടയ്ക്കുള്ള നമ്പറാണ്. അപ്പോൾ 1നും 2നും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ സ്ക്വയർ ആയിരിക്കണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ 2 എന്ന് പറയുന്നത്. അപ്പോൾ 1.1ൻ്റെ സ്ക്വയർ ആകാം, അല്ലെങ്കിൽ 1.2ൻ്റെ സ്ക്വയർ. ഇതിങ്ങനെ നമ്മൾ എടുത്തു നോക്കാം. 1.1ൻ്റെ സ്ക്വയർ, 1.2ൻ്റെ സ്ക്വയർ. അപ്പോൾ 1.1ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 1.1 × 1. നിങ്ങൾ കാൽക്കുലേറ്റർ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്ത് നോക്കുക. 1.1 × 1.1 1.21. അതുപോലെ 1.2ൻ്റെ സ്ക്വയർ 1.2 × 1.2 ദാറ്റ് ഈസ് 1.44 എന്ന് കിട്ടും. 1.3യുടെ സ്ക്വയർ 1.69 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ എടുത്തു കഴിയുമ്പോൾ കേട്ടോ 1.4ൻ്റെ സ്ക്വയർ 1.96 ആണ്. 1.5ൻ്റെ സ്ക്വയർ 2.25 ആണ്. അപ്പോൾ ഇത് 2ൽ താഴെയാണ്, ഇത് 2ൽ കൂടുതൽ പോയി. നമുക്ക് വേണ്ടതാണ് 2 സ്ക്വയർ ആയിട്ട് വരുന്ന ഒരു സംഖ്യയാണ്.
അപ്പോൾ 2 സ്ക്വയർ ആയിട്ട് വരുന്ന ഏതെങ്കിലും ഒരു സംഖ്യ ഉണ്ടോ, ഒരു ഫ്രാക്ഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 1.4ന്റെ സ്ക്വയർ 2ൽ താഴെയാണ്, 1.5ന്റെ സ്ക്വയർ 2ൽ മുകളിലാണ്. അപ്പോൾ ഇതായത് 2 വരുന്നത് ഈ 1.96നും 2.25നും ഇടയ്ക്കാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട നമ്പർ 1.4നും 1.5നും ഇടയ്ക്കുള്ള ഒരു നമ്പറാണ്. ഇപ്പോൾ 1.4നും 1.5നും ഇടയ്ക്കുള്ള ഏതോ ഒരു നമ്പറിന്റെ സ്ക്വയർ ആണ് 2. അപ്പോൾ നമുക്ക് അത് വീണ്ടും ഒന്ന് എടുത്ത് നോക്കാം. 1.41, 1.42, 1.43, 1.44 അങ്ങനെയുള്ള ഈ നമ്പേഴ്സ് 1.49 അങ്ങനെയാ പോകും. അപ്പോൾ 1.49 കഴിഞ്ഞാൽ പിന്നെ 1.5. അപ്പോൾ ഈ 1.4നും 1.5നും ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ 2 ഡെസിമൽ പ്ലേസ് വരുന്ന നമ്പർ ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന്റെ സ്ക്വയേഴ്സ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. 1.4നും 1.5നും ഇടയ്ക്കുള്ള നമ്പേഴ്സ് ആണ് ഈ പറഞ്ഞ 1.41, 1.42, 1.43 അങ്ങനെ എടുക്കാം. അപ്പോൾ ഇതിന്റെയൊക്കെ സ്ക്വയർ ഒന്ന് എടുത്ത് നോക്കാം. അങ്ങനെ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്താ വരിക? 1.41 ഇൻറ്റു, നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നോക്കിക്കൊണ്ടോ, 1.41 ഇൻറ്റു 1.41 എന്ന് പറഞ്ഞാൽ 1.9881 കിട്ടും. 1.42ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ അത് 2.064. നമുക്ക് വേണ്ടത് 2 സ്ക്വയർ ആയിട്ട് വരുന്ന നമ്പറാണ്. അപ്പോൾ ഇതിന് രണ്ടിനും ഇടയ്ക്കാണല്ലോ 2. അപ്പോൾ 1.41ന്റെ സ്ക്വയറിനും 1.42ന്റെ സ്ക്വയറിനും ഇടയ്ക്കാണ് 2 വരുന്നത്. അപ്പോൾ ഈ 1.41നും 1.42നും ഇടയ്ക്കുള്ള ഒരു നമ്പറിന്റെ സ്ക്വയർ ആണ് നമുക്ക് വേണ്ട 2. അപ്പോൾ 1.41നും 1.42നും ഇടയ്ക്കുള്ള നമ്പർ നമുക്ക് കൺസിഡർ ചെയ്യാം. 1.411, 1.412, 1.413, 1.414 ഇങ്ങനെയുള്ള ഈ നമ്പേഴ്സിന്റെ ഒക്കെ സ്ക്വയർ നോക്കാം. അപ്പോൾ ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.411ന്റെ സ്ക്വയർ 1.411നെ 1.411 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1.414ന്റെ സ്ക്വയർ ഇത് ഇങ്ങനെ 1.9999396. അതുപോലെ 1.415ന്റെ സ്ക്വയർ 2.002225 എന്ന് കിട്ടും. അപ്പോൾ ഇത് 2ൽ കടന്നുപോയി, ഇത് 2ൽ താഴെയാണ്. അപ്പോൾ ഈ രണ്ട് നമ്പറിന്റെ സ്ക്വയർ എടുത്തപ്പോഴും അതെന്താണ്? ഇത് 2ന് താഴെയുള്ള നമ്പർ, ഇത് 2ന് മുകളിലുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ രണ്ട് നമ്പറായ 1.414നും 1.415നും ഇടയ്ക്കുള്ള ഏതോ ഒരു നമ്പറിന്റെ സ്ക്വയർ ആണ് 2. അപ്പോൾ നമുക്ക് 1.414ന്റെ 1.415നും ഇടയ്ക്കുള്ള നമ്പേഴ്സ് ഒന്ന് നോക്കാം. ഏതൊക്കെയാ? 1.4141, 1.4142, 1.4143 ഇങ്ങനെ ഈ നമ്പേഴ്സിന്റെ ഒക്കെ സ്ക്വയർ ഒന്ന് എടുത്ത് നോക്കാം. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് 1.4142ന്റെ സ്ക്വയർ 1.99996164 കിട്ടും. 1.4143യുടെ സ്ക്വയർ ഇങ്ങനെ 2.00244443 എന്ന് കിട്ടും. അപ്പോൾ ഇത് 2ൽ കടന്നു പോകും, ഇത് 2ന് താഴെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്ക് വേണ്ട നമ്പർ അതായത് 1.4142നും 1.4143ക്കും ഇടയ്ക്ക്. അപ്പോൾ ഇതിന് രണ്ടിന് ഇടയ്ക്കുള്ള ഒരു നമ്പറിന്റെ സ്ക്വയർ ആണ് നമുക്ക് വേണ്ട 2. ഇതിങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്ററോ കമ്പ്യൂട്ടറോ ഒക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്തു നോക്കിക്കോളൂ. ഇത് എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് 2ലെത്താൻ പറ്റില്ല. 2ന് ഒന്നുകിൽ 2ന് മുകളിലായിരിക്കും, അല്ലെങ്കിൽ 2 താഴെയായിരിക്കും. 2നോട് പക്ഷെ ഇതെല്ലാം ഇങ്ങനെ 2നോട് അടുത്തടുത്ത് വരുന്നതായിട്ട് കാണും. അതായത് 1.4, 1.41, 1.414, 1.4142 ഇതിങ്ങനെ എങ്ങോട്ട് പോകും? 2നോട് അടുത്ത് വരും. ഈ സംഖ്യയുടെയൊക്കെ സ്ക്വയറുകൾ 2നോട് അടുത്ത് വരുന്നതായിട്ട് കാണാം. എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? 1.4142 എക്സെട്ര എന്ന് പറയുന്ന തുടങ്ങിയ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടാണ് പോകണം. നമ്മൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഇത് കണ്ടിന്യൂ ചെയ്ത് നോക്കിയോ, കുറേ ഡെസിമൽ പ്ലേസ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും ഒരിക്കലും 2 എന്ന് പറയുന്ന സംഖ്യ കിട്ടുക. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? there is no fraction whose square is 2. അതായത് 2 സ്ക്വയർ ആയിട്ട് വരുന്ന ഒരു ഫ്രാക്ഷനും ഇല്ല എന്ന നിഗമനത്തിൽ നമുക്ക് എത്താൻ പറ്റും. അതായത് നമുക്ക് എത്താവുന്ന ഒരേ ഒരു കാര്യത്തിലുള്ള 1.4 സ്ക്വയർ, 1.41 സ്ക്വയർ, 1.414 സ്ക്വയർ, 1.4142 സ്ക്വയർ ഇങ്ങനെയാണ് പോകുന്ന ഈ നമ്പേഴ്സ് 2നോട് അടുത്ത് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ഇത് 2ലേക്ക് അടുത്ത് വരുന്നതല്ല, ഒരിക്കലും 2ൽ എത്തൂല. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു?
2 സ്ക്വയർ ആയിട്ടുള്ള ഒരു നമ്പർ ഉണ്ടോ എന്ന് കണ്ടെത്തുകയായിരുന്നു. അപ്പോൾ 2 സ്ക്വയർ ആയിട്ടുള്ള ഒരു നമ്പർ, അതായത് ഫ്രാക്ഷൻ, ദർ ഈസ് നോ ഫ്രാക്ഷൻ ഹുസ് സ്ക്വയർ ഈസ് 2. അപ്പോൾ ഇതിനെയാണ് നമ്മളിപ്പോൾ ന്യൂ നമ്പർ, പുതിയ സംഖ്യ എന്നാണ് അധ്യായത്തിൻ്റെ പേര്, ന്യൂ നമ്പർ. അപ്പോൾ ആ ന്യൂ നമ്പർ നമ്മൾ പുതിയ നമ്പർ ഇട്ട് പോകും. നമ്മൾ ഇതിനു മുമ്പ് ഫ്രാക്ഷൻസ് പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഹോൾ നമ്പേഴ്സും മറ്റ് കൗണ്ടിങ് നമ്പേഴ്സും എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ തരത്തിൽ വരുന്ന നമ്പർ ഇതുവരെ നമുക്ക് പുതുമയുള്ള നമ്പറാണ്. അപ്പോൾ ഇത്തരം നമ്പേഴ്സിനെ പറ്റിയാണ് ഈ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.